Welcome to the YouTube channel of Farouk Higher Secondary School, Farouk College. I am Bushra, Department of Chemistry. ഇന്ന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നേരത്തെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, അതുപോലെ വാട്ട് ആർ ദി മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, പിന്നെ വേപ്പർ പ്രഷർ, സോളിബിലിറ്റി, ദെൻ റൗൾസ് ലോ. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, നോട്ട് ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. മെയിനായിട്ട് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. And they are: first one, relative lowering of vapor pressure; second one, elevation of boiling point; third one, depression in freezing point; and fourth one, osmotic pressure. അപ്പോൾ ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ 1 by 1 ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ വാട്ട് ഈസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളത്തിലേക്ക് NaCl എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ അഥവാ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ നോക്കിയാൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെള്ളം എന്ന് പറയുന്ന പ്യുവർ സോൾവെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വെൻ ആഡഡ് ടു എ സോൾവെൻറ്റ്, ദി ഫോംഡ് സൊല്യൂഷൻ ഹാവ് ലോ വേപ്പർ പ്രഷർ ദാൻ പ്യുവർ സോൾവെൻറ്റ്. ആ ഒരു വേപ്പർ പ്രഷർ കുറയുന്നതിനെയാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിലേക്ക് വരാം. Then we know that according to Raoult's law, P1 is equal to P01 into Chi1, where P1 represent vapor pressure of solution, P01 represent vapor pressure of pure solvent, and Chi1 represent mole fraction of solvent. Okay. ഈ നേരത്തെ പറഞ്ഞ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. When a non-volatile solute is added, vapor pressure of solution decreases, which means vapor pressure of solution decreases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1, the vapor pressure of solution will be less than vapor pressure of pure solvent. This difference, that is lowering of vapor pressure, represented as delta P. So delta P is equal to P10 minus P1. This is represent lowering of vapor pressure. ഈ P1 എന്ന് പറയുന്ന റൗൾട്ട്സ് ലോ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ P is equal to P10 minus P10 into Chi1. P10 കോമൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു 1 മൈനസ് Chi1. ഈ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബൈനറി സൊല്യൂഷനിൽ Chi1 പ്ലസ് Chi2 is equal to 1 എന്നും 1 മൈനസ് Chi1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Chi2 ആണ്. സോ അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ P is equal to P10 into Chi2. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെൽറ്റ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P10 മൈനസ് P1 is equal to P10 into Chi2. So lowering of vapor pressure is equal to vapor pressure of pure solvent into mole fraction. Okay. So lowering of vapor pressure is equal to vapor pressure of pure solvent എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. So we say that lowering of vapor pressure is proportional to mole fraction. And again P10 minus P1 divided by P10 is equal to Chi2. This equation represents relative lowering of vapor pressure. That is the ratio of lowering of vapor pressure to vapor pressure of pure solvent, and this relative lowering of vapor pressure is equal to mole fraction, which means it depends upon the number of moles of solute, which is a colligative property.
This is the present mathematical representation of relative lowering of vapor pressure. Next, relative lowering of vapor pressure base calculation of molecular mass of solute. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ molecular mass of solute എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. So we know that P1 minus P10 divided by P10 is equal to chi2. നമ്മൾ നേരത്തെ കണ്ടതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടതാണ്. Then we know that chi2 is equal to N2 divided by N1 plus N2. ഇത് കഴിഞ്ഞ പോലെ നമ്മൾ മോൾ ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്താണ്. ഇനി ഇവിടെ ഒരു സപ്പോസ് കൊടുക്കുകയാണ്. For very dilute solution, N2 is very less than N1. So we neglect N2 and N1 plus N2 is approximately equal to N1 ആയിരിക്കും. So we represent chi2 as N2 by N1. So this equation becomes P1 minus P10 divided by P10 is equal to N2 divided by N1, or P1 minus P10 divided by P10 is equal to W2 divided by M2 divided by W1 divided by M1, or P1 minus P10 by P10 is equal to W2 into M1 divided by M2 into W1, or we say that molecular mass of solute is equal to P10, the vapor pressure of pure solvent, W2 weight of solute, M1 molecular mass of solvent, and P1 divided by P1 minus P10. This one the present lowering of vapor pressure into W1 is the weight of solvent. From this equation we can calculate molecular mass of solute. Relative lowering of vapor pressure ബേസിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ളൊരു പ്രോബ്ലമാണ്. The vapor pressure of pure benzene at a certain temperature is 0.850 bar. A non-volatile solute weighing 0.5 gram when added to 39 gram benzene. Benzene molecular mass തന്നിട്ടുണ്ട് 78 gram per mole, and vapor pressure of solution is then 0.845 bar. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഇക്വേഷൻ്റെ ബേസിൽ നമ്മൾ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ബേസിൽ കാണാനുള്ള ഇക്വേഷനാണ് M2 is equal to P10 into W2 into M1 divided by P10 minus P1 into W1. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അതാണ് P10 എന്ന് പറയുന്നത്. അത് 0.850 ബാറാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ആ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ P1 തന്നിട്ടുള്ളത് 0.845 ബാർ പ്രഷറാണ്. ഇനി ആ ക്വസ്റ്റ്യനിൽ ബാക്കി തന്നിട്ടുള്ള ഡാറ്റാസ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് W2 0.5 gram per mole, മോളിക്കുലാർ മാസ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആയിട്ട് തന്നത് നമുക്ക് ബെൻസീൻ ആയതുകൊണ്ട് മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു 78 gram എന്നും, ആൻഡ് ആ ബെൻസീൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 39 gram ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് M2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് M2 ഇസ് ഈക്വൽ ടു P10 സ്ഥാനത്ത് അതിൻ്റെ വാല്യൂ ഉണ്ട് 0.850 ഇൻറ്റു W2 സ്ഥാനത്ത് 0.5 gram into M178 whole divided by 0.850 minus ഇത് സൊല്യൂഷനിലെയാണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ 0.845. ഈ ഒരു മൈനസ് ചെയ്യുന്നതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് ഇൻറ്റു 39 gram, or M2 is equal to 0.850 into 0.5 into 2 divided by
ഇത് മൈനസ് ചെയ്താലുണ്ടാകുന്ന 0.005. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു 170 gram എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്.